ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഗബ്രൂട്ട് എന്താ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗബ്രൂട്ടിനുള്ളത് നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കണം. അപ്പോൾ രാവിലെ ആണെങ്കിൽ കുപ്പിപ്പാൽ കുടിച്ചിട്ട് ഡോറയുടെ കൂടെ കിടന്ന് ഉറങ്ങിയേക്കുമായിരുന്നു. ഇപ്പം അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളു അല്ലേ? ചിരിക്കാത്ത എന്താ? നമ്മള് ക്യാമറയില് അവിടെ അലമാരയുടെ കണ്ണാടി ഉണ്ട് കേട്ടോ, അതിലോട്ടാ പുള്ളിയുടെ നോട്ടം മൊത്തം പോകുന്നത്. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു സാധനം ഞാൻ ഉണ്ടാക്കി. ഫോൺ അങ്ങോട്ടൊന്ന് കുലുങ്ങും. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി. ഡോറ അതാ കഴിച്ചോണ്ടിരിക്കുന്നത്. എന്തോ ഡോറ? അത് അത്യാവശ്യം ഞാൻ നല്ല മൂപ്പിച്ചെടുത്ത് കേട്ടോ, ഉപ്പുമാവ്. അപ്പൊ ഡ്രൈ ആയിട്ട് തന്നെ എടുത്ത് അത് ഇത്തിരി ചവയ്ക്കാൻ പാടുണ്ട്. പാലും പഞ്ചസാര ഒഴിച്ചു കൊടുത്തേ, പക്ഷെ പുള്ളിക്കാരിയാണ് മിക്സ് ചെയ്യാതെ കഴിക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ പാട കഴിക്കാന്. നെയ്യിലെല്ലാം ഉണ്ടാക്കിയത്, എണ്ണ ഒഴിച്ച് വഴട്ടിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് നെയ്യ് ഒഴിച്ച് ഇറക്കിയത്. ഞാൻ ഉണ്ടാക്കിയ എന്റെ റെസിപ്പിയാണ്. ഇവള് ഇന്ന് രാവിലെ പറഞ്ഞ അവില് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാമോ, ഇവള് പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയത്തില്ല ഉണ്ടാക്കാനൊന്നും. ഇല്ല, ഉപ്പുമാവ് ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ടോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. പ്രിൻസിയേ ഉള്ളു. ഞാനങ്ങ് പോയി ആ ഫോണിൽ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ നീ പറയുന്നത് ശ്രദ്ധിക്കുന്നത്? ഞാൻ പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല്, പാൻ എടുത്ത് വെച്ചു, എണ്ണ ചൂടാക്കി, സവാള, പച്ചമുളക്, തക്കാളി, പൊട്ടുകടല ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം വഴട്ടിയെടുത്തു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അവില് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, നന്നായി വേവിച്ചു. എന്നിട്ട് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇറക്കാൻ നേരത്ത് അവിലിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു, എന്നിട്ട് വാങ്ങി ഇറക്കി. എത്രയേ ചെയ്തോളൂ, സിമ്പിൾ ആയിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ മിക്ക ദിവസത്തെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ. ഡോറ ഉള്ളപ്പോഴാണെങ്കിൽ ഡോറയും കൂടെ അടുക്കള കയറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ വിശാലമായിട്ട് ഉണ്ടാക്കും. ദോശയോ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ മാത്രമായിട്ടാണ് കയറുന്നതെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കഞ്ഞിയായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാക്കും. ഗബ്രുവേ എന്തോ നോക്കുന്നത്? എന്തോ നോക്കും എന്റെ കുഞ്ഞ്. അവനുള്ളത് ഉണ്ടാക്കി വെച്ചേക്ക്, അത് കൊടുക്കാനുള്ള സമയം ആയിട്ടുണ്ട്. എന്തോ പറ്റൂ? പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, അതിന്റെ ആയിരിക്കും പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ. ഞാനുണ്ടാക്കിയപ്പം അത്ര ഡ്രൈ ആയിട്ടില്ല, കുറച്ചുകൂടെ വെള്ളം കൂടെ കൂട്ടി നനച്ച പോലെ ആയിരുന്നു. ഇതെന്താ ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അവര് പറക്കി തിന്നിട്ട് അങ്ങ് പോയി. പക്ഷെ ഞാനിത് അത് പാലൊഴിച്ച് കഴിച്ചാൽ നല്ല കേട്ടോ. പാലും കൂടെ ഒഴിച്ച് കുറച്ചുകൂടെ കുതിരും മധുരവും കിട്ടും പഞ്ചസാര ഇടുമ്പോ. ഞാനാണ് കഴിച്ചത്, പാലും പഞ്ചസാരയും കൂടി ഇട്ടാ ഞാൻ കഴിച്ചത്. നമ്മുടെ ഗബ്രൂട്ട ഇപ്പൊ ഭയങ്കര കുസൃതി. നമ്മുടെ ഇതുണ്ട്, നമ്മുടെ ഈ സൈഡിൽ ഇതെല്ലാം പൊളിഞ്ഞു വന്നോണ്ടിരിക്കുക. ഇത് ഞാൻ വൈറ്റ് വാഷ് ചെയ്തതേ, വൈറ്റ് വാഷ് ചെയ്തതിന്റെ ആണെന്ന് തോന്നുന്നു. മൊത്തം ഇളകി ഇങ്ങനെ വീണോണ്ടിരിക്കുക അതിനകത്ത്. അത് രാവിലെ പറക്കി വായിലിട്ട്. ഗബ്രൂട്ട അത്യാവശ്യം നല്ല രീതിയിൽ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. വെളിയിൽ ഇറങ്ങിപ്പോവും, വെളിയിലൊക്കെ അങ്ങ് ഇറങ്ങിപ്പോവും. ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ കഥ അങ്ങ് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കഥ കുറ്റിയെടുക്കാൻ നോക്കും കേട്ടോ. എനിക്കതാ മനസ്സിലാവാത്ത ഈ 10 മാസമായ 10 മാസമായ കൊച്ചെങ്ങനെ കഥകിന് കുറ്റിയെടുക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കുറ്റിയെടുക്കാനൊക്കെ നോക്കാറുണ്ട്. ഗബ്രൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ. ഞാനിപ്പോ വിളിക്കാൻ വേണ്ടി തന്നെയാണ്. ഗബ്രൂട്ടിന് അവിടെ വല്ല പണിയാണെങ്കിൽ ഞാൻ പാട്ട് വെക്കും, അപ്പത്തേനും വന്നോളും. അമ്മ എടുത്ത് വന്നേനെ. ചിലപ്പോ വിളിച്ചാ വരും, ചില സമയത്ത് വിളിച്ചാ വരത്തില്ല. 7 അയലത്ത് പോലും വരത്തില്ല. ചിലപ്പോ വിളിച്ചാ വരികയും ചെയ്യും. വേണ്ട, അത് കൊടുക്കണ്ട. തൊണ്ടയ്ക്ക് അങ്ങനെ കുരുങ്ങി അറിയാൻ പറ്റില്ല. ഒരു കുഞ്ഞു തല്ലിച്ചാ കൊടുക്കും. വേണ്ട, എന്താ
അമ്മ എന്തോ ചെയ്ത് ഗബ്രൂട്ടനെ? ഗബ്രൂച്ചേ 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 ഒന്നും പറ്റില്ല ആർക്കും ഒന്നും പറ്റില്ല. അത് എടുക്കാൻ പോകുന്ന അത് കണ്ട ഞാൻ വിളിച്ചു വെച്ചു കൊണ്ടുപോയി. കോഴി വിളിച്ചേ ബാ കോഴി വിളിച്ചേ ബാ കോഴി വിളിച്ചേ ബാ ബാ എന്തി കോഴിയപ്പ എന്തി ഇത് കണ്ട ഗൈസ് ഉച്ചാന്റെ അതേ മുടി അതേ കണ്ണ് പെടാതെ കണ്ണ് വെട്ടതല്ല പറഞ്ഞതാ ഞങ്ങള്. ഷേക്കാണ്ട് കൊടുത്ത അപ്പാക്ക് ഷേക്കാണ്ട് കൊടുത്തേ ഷേക്കാൻ. എനിക്കിപ്പോ അതൊന്നും വേണ്ട, എനിക്ക് ആ സാധനം മതി. എനിക്ക് ആ സാധനം അടുത്തത് കണ്ടോ സീപ്പ് കണ്ടോ. ഇത് ഇവിടുത്തെ ഇപ്പൊ സ്ഥിര ഏർപ്പാടായിക്കൊണ്ടിരിക്കുക. വേറെ സാധനം കൊടുത്ത് അത് മാറ്റി വിട്ടു. ഇവിടുത്തെ സ്ഥിര ഏർപ്പാടാ ഇപ്പൊ ഇത്. എന്തെങ്കിലും സാധനം കുറച്ച് നേരത്തേന് മതി, പിന്നെ അടുത്ത സാധനം വേണം നിങ്ങൾക്ക്. ഇത് കണ്ട അത് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നോക്കി ടാറ്റ കൊടുത്തേ ഇന്ന് രാവിലെ അമ്മമ്മക്ക് ടാറ്റ കൊടുത്തേ. അമ്മ പോയി കേട്ടോ രാവിലെ, ഒരു ദിവസത്തേക്കാ വന്നത്. അമ്മയുടെ ബാങ്കിലെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നാ. എന്നിട്ട് അമ്മ പോയി, ഒരു ദിവസത്തേക്ക് അമ്മ വന്നയാ. രാവിലെ ടാറ്റയൊക്കെ കൊടുത്താ വിട്ടത്. എന്തുവാ എങ്ങനെയെങ്കിലും ഇപ്പൊ അതൊന്നും എടുത്ത് കഴിക്കണ്ട കേട്ടാ. അത് വേണ്ട. പൊന്നിന് വേറെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത് അമ്മയുടെയാ. ഞാനിപ്പോ കുറച്ച് പറക്കി കളഞ്ഞായിരുന്നു. അയ്യോ നല്ലത്. അയ്യോ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കൊച്ചു വിശേഷങ്ങൾ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മള് നേരത്തെ വീഡിയോയിലും പറഞ്ഞു, നമ്മുടെ മറ്റൊരു ചാനലായ കേരള ബ്രദേഴ്സ് എന്നുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും അതിലും കയറി വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഇതുപോലുള്ള വീഡിയോ വരുന്നവരേക്കും ബൈ.